ഇലക്ഷനും കഴിഞ്ഞ് ചെയർമാനും വൈസ് ചെയർമാനും തീരുമാനിച്ചിട്ട് നിനക്കൊക്കെ എന്റെ അടുത്ത കൊന്തലിപ്പ് വാലാട്ടിപ്പട്ടി കുറച്ചു തുടങ്ങിയല്ലോ. നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾക്ക്. നിന്റെ യജമാനോട് ആദ്യം ഞങ്ങൾ സംസാരിക്കട്ടെ, എന്നിട്ട് നിന്റെ അടുത്തേക്ക് വരാം. റോയ് കിച്ച വേണ്ട. റോയ്, ഇലക്ഷൻ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. ഇലക്ഷന് തന്നെ നീ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ നീ കോളേജിലുണ്ടാവില്ല. ഗൗതം, നിന്റെ ഈ പേടിപ്പിക്കലൊക്കെ നിന്റെ ഈ കാലാട്ടിപ്പെട്ടി കിച്ചന്റെ അടുത്ത് മതി, ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞാൻ എന്തായാലും ഇപ്പൊ പോവാ. നിന്റെ അധികാരം എത്ര ദിവസം ഉണ്ടാവുന്ന ഞാൻ കാണിച്ചു തരാം. നിന്നെ താഴെ ഇറക്കിയിട്ടേ എനിക്കിനി ഉറക്കമുള്ളൂ. അയ്യോ പാവ റോയ്ക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ. എടാ, ഞാൻ നിനക്ക് വല്ല ഉറക്കുകളെയും മേടിച്ചു തരണം ഉറക്കാൻ വേണ്ടി. കിച്ചു, അവൻ അധികം ഇളക്കണ്ട. ഇളക്കി അവനും മൊത്തം പിരി ഇളകും. വെറുതെ വേണ്ട. നീ വാ. നീ നാട്ടിൽ പോകുന്നില്ലേ? ആ, ഇപ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ടോ. ഇങ്ങനെ ഇപ്പോഴെങ്കിലും ക്ലാസ് നിർത്തിയത് നന്നായി. ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയേനെ. എനിക്ക് ഇയാളത് കേട്ടിട്ട് തലവേദനിച്ചിട്ട് വയ്യ. അയ്യോ, നിനക്കൊക്കെ പഠിക്കേണ്ട കാര്യം വരുമ്പോഴാണല്ലോ ഒരു തലവേദനയൊക്കെ. അല്ലെങ്കിൽ കുഴപ്പമില്ല. തലവേദന മാത്രമോ? എന്റെ കൂർക്കമല്ലും കേൾക്കാം. നീയൊക്കെ വലിയ റാങ്ക് ഹോൾഡേഴ്സ് അല്ലേ, വലിയ പഠിപ്പിച്ചിട്ടുള്ളൂ. നമുക്ക് അത്ര വലിയ മാർക്കൊന്നുമില്ലേ? നിങ്ങളുടെ അത്ര ബുദ്ധിയൊന്നുമില്ല. എടാ, പഠിച്ച കിട്ടാവുന്നേ ഉള്ളൂ. ആ, മുട്ട കടിക്കാനില്ലേ, അതെല്ലാ പ്രാവശ്യം കിട്ടുന്നതാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇപ്രാവശ്യം ഒരുമിച്ചാണോ നാട്ടിലേക്ക് പോകുന്നത്? അപ്പൊ പിന്നെ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ ഞാനുണ്ടാവില്ല. കാരണം ഇവന്റെ തന്നെ എന്നെ കൊന്ന് കുഴിച്ചു മൂടി കാണും. എന്റെ ഗൗതം, ഇപ്പോഴും നിന്റെ അപ്പനും അമ്മയ്ക്ക് ഒരു മാറ്റമില്ലേടാ. പണ്ടത്തെ അതേ പഴമ്പരകളും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? എത്ര കാലം തന്നെ ഇങ്ങോട്ട് പോവും? 2025 ചത്തുകുഴി കിടക്കാൻ പോയാലും അവർക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും ജാതി മതമൊക്കെ പിടിച്ചോണ്ടിരിക്കുക. ഇവനും ഞാനായിട്ട് കൂട്ടുകൂടുന്നതൊന്നും ഇഷ്ടമല്ല. എങ്ങാനും ഇവൻ വീട്ടിലേക്ക് എങ്ങാനും കാല് കുത്തിക്കഴിഞ്ഞാൽ അന്നവിടെ ചാണകവെള്ളം തളിക്കലും പുണ്യഹം തളിക്കലൊക്കെയാണ്. അഹിന്ദുക്കൾക്ക് ഇപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് പ്രവേശനമല്ല. ഇവിടെ തിരുവനന്തപുരം മ്യൂസിയത്തില് നിന്റെ അപ്പനമ്മയ്ക്ക് ഒരു സീറ്റ് എന്തായാലും കിട്ടും. പുരാവസ്തുക്കളല്ലേ, പണ്ട് കാലത്ത് ആചാരങ്ങൾ അനുഷ്ഠാനം കൊണ്ട് നടക്കുന്നത്. ഞങ്ങളുടെ നാടിനെ കുറിച്ച് ശരിക്കും അറിയാത്തതുകൊണ്ടാണ് നീ കളിയാക്കുന്നത്. പാർട്ടി ബന്ധമായിട്ട് ഒരുപാട് കൊല്ലം ഒരുപാട് നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞിട്ടാ, ജാതിയുടെ. ഇവന്റെ വീട്ടുകാരെ കണ്ട ഇപ്പോഴും അതെ, ഞാൻ തല കുനിച്ച് മാറി നിൽക്കണം. പണമുണ്ട് എൻ്റെ കയ്യിൽ. എത്ര പണം ഉണ്ടായാലും ഞങ്ങളുടെ നാട്ടിലെ അധികാരമുള്ളത് ജാതിക്ക് മാത്രം. ജാതി മതം അതവിടെ ഇമ്പോർട്ടൻസ്. ഞാൻ രാജകുടുംബത്തിൽ പറയുന്നതും ഇവൻ താഴ്ന്ന ജാതി കുടുംബത്തിൽ പറയുന്നതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കടപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കില്ല. മതി, എനിക്ക് തലവേദന കൂടുന്നു. നിങ്ങളുടെ ഒരു നാട് എന്തോന്ന് നാടാണോ എന്തോ. അവിടെ നിക്കുക. അച്ഛാ, എന്തു പറ്റി? എന്താ? ആ വടക്കേലെ ദിവാകരന്റെ മോനില്ലേ കിച്ചു, അവനായിട്ട് നിനക്ക് എന്താ ബന്ധം? ഒരേ കോളേജിൽ പഠിക്കുന്നോണ്ട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ? അയ്യോ ഇല്ല അച്ഛാ, അരുതാത്ത ബന്ധങ്ങളൊന്നും പാടില്ലെന്ന് അച്ഛൻ മുന്നേ തന്നെ പറഞ്ഞിട്ടില്ലേ. പിന്നെ ഞാനൊരാളിട്ട് എന്തെങ്കിലും അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമായിരിക്കും, അല്ലാതെ വേറെ ഒന്നുമില്ല അച്ഛാ. നമ്മൾ ആരാണെന്ന് എന്താന്നോ മറന്നു പെരുമാറാൻ നിൽക്കരുത്. ആ ചെറുക്കനായിട്ട് കൂട്ടുകെട്ട് വേണ്ടെന്ന് നിന്റെ അടുത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ. ഞാനൊന്നും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. ഇനി ഇത് ആവർത്തിക്കരുത്. ഇത് വാണിംഗ് ആയിട്ട് കൂട്ടിക്കോ. ഓ, ഗൗതം, നീ വന്നുവോ? നിനക്കിന്ന് കോളേജില്ലേ? നീ എന്താ ഈ നേരത്ത് ഇവിടെ? എനിക്കൊരാഴ്ച ലീവാ, ഞാൻ അതുകൊണ്ട് ഹാപ്പിയാ. ഡാ, നീ എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നെ? ഇനി തരൂ, ഞാൻ നോക്കട്ടെ. അച്ചോടാ, പാവയ്ക്കൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ദുബായിൽ നിന്നല്ല വരുന്നത്. അങ്ങ് കോളേജ് ഹോസ്റ്റലിനാ. അവിടെ പിന്നെ കുറച്ച് വളിച്ച സാമ്പാർ അവിലൊക്കെ ഉണ്ട്. നിന്റെ കാര്യം ഞാൻ മറന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ. കളിച്ച സാമ്പാർ അവിയലല്ലേ? അത് നിനക്കെന്നെ തിന്നാടുന്നില്ലടാ ഇരുമേ. ഇരുന്നിന്റെ അച്ഛനടി. അങ്ങനെയാണോ? അച്ഛാ, ദേ ഗൗതം വിളിക്കുന്നു. അച്ഛാ, ദേ ഗൗതം വിളിക്കുന്നു അച്ഛനെ. എന്താ ഗൗതം? ഒന്നുമില്ല. ഇവിടെ നിന്ന് ഞാൻ
നിന്നൊന്ന് ഞാൻ ചാക്കി കെട്ടോടി നിക്കടി. അയ്യടെ മോനെ, എന്നെ കിട്ടിയിട്ട് വേണ്ടേ? അന്ന് കീറിപ്പോ തന്നെ രണ്ടും തുടങ്ങി. ഞാൻ എന്താ ഇവിടെ വല്ല ആവിയായി പോയോ? എന്റെ ഇവിടെ അവർക്ക് കാണുന്നു തോന്നി. ഈ രണ്ടും കൂടി എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചിട്ടെന്നോ? അച്ഛാ, ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയില്ല. എന്താ സ്പെഷ്യല്? നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദിവസം നിൻ്റെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്കൊരു ബിസിനസ് ട്രിപ്പുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടി എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അച്ഛനെ നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ വെക്കേഷന് വരുമ്പോൾ അച്ഛൻ ബിസിനസ് ട്രിപ്പിന് പോകും. അച്ഛൻ ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കോളേജിലേക്കും പോകും. അച്ഛയ്ക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് ബിസിനസ് ട്രിപ്പിന് പോകാമെന്ന് വിചാരിച്ചു. ബിസിനസ്സും കാര്യങ്ങളും നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ ഈ ചെയ്യുന്നത്, നിൻ്റെ ഭാവി സെക്യൂർ ആക്കാൻ. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, വല്ലതും കഴിക്കാൻ എന്തായാലും. ഗൗരി, കൂട്ടുകാരിന്ന് ബുക്ക് മേടിക്കാൻ പോകുന്നൊക്കെ കൊള്ളാം. നേരത്തെ കാലത്തും വീട്ടിൽ കയറിക്കണം. കോളേജ് ഇല്ലാത്തതാ. അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി ചീത്ത കേൾക്കാൻ. ശരി അമ്മേ, ബൈ. നേരം വൈകുന്നു. ഞാൻ പേടിച്ചു പോയി. എന്താ കിച്ചത്? ആരെങ്കിലും കണ്ടാലോ? കണ്ടാലെന്താ, എന്റെ പെണ്ണല്ലേ നീ? കല്യാണം നടക്കും നമ്മുടെ. പേരെന്താ? കരുമാതിയായി നടക്കുന്നുണ്ടാവാ, കല്യാണം ആവില്ല. എല്ലാം അറിഞ്ഞിട്ടും കിച്ചു നീ കളിക്കല്ലേ കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. ആരെങ്കിലും അറിഞ്ഞു വീട്ടിലറിഞ്ഞാ? പേടിക്കാതെ എന്റെ പെണ്ണെ. ആരറിയാനാ? അറിഞ്ഞാലിപ്പോ ഒരു കുഴപ്പമില്ല. എല്ലാരും അറിയണ്ടെന്നല്ലേ നീ എന്റെ പെണ്ണാണെന്നുള്ളത്. എത്ര കാലം നീ കാത്തിരിക്കും? നിന്റെ ഏട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഗൗതത്തിനോട് പറയാനോ? നിനക്ക് എന്താ കിച്ചു, ഭ്രാന്തായോ? അവനെങ്ങാനും അറിഞ്ഞ വീട്ടിലറിയും. അതും പോരാഞ്ഞ് അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. അതൊന്നും വേണ്ട. അവൻ എന്നെ എന്ത് ചെയ്യാനാ? കുറച്ചു നാൾ അടിയൊക്കെ തരുമായിരിക്കും. കാരണം അവന് ദേഷ്യം വരില്ല അവന്റെ പെങ്ങളെ കയറി പ്രണയിച്ചേനെ. പക്ഷേ അവൻ എത്രയായാലും എന്നെ മനസ്സിലാക്കും. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൻ. കിച്ചു, എനിക്ക് ഗൗതമനെ വിശ്വാസമില്ല. അവനെന്റെ ഏട്ടനായതുകൊണ്ട് എനിക്ക് അവന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. വേണ്ട കിച്ചു, ഞാൻ നീ വിളിച്ച് എവിടേക്ക് വേണമെങ്കിലും വരാം. നിന്റെ അച്ഛനെയും കൂട്ടി നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാം. വേറെ എവിടേക്കെങ്കിലും പോയി സന്തോഷം സമാധാനമായിട്ടും ജീവിക്കാൻ കിച്ചു. ഗൗരി, ഗൗതമിനെ കുറിച്ച് പറയരുത്. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നിനക്ക് 19 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യം നീ നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് എൻ്റെ കോഴ്സ് മുഴുവൻ പഠിച്ച് എൻ്റെ ബിസിനസ് എനിക്ക് കാല് വെക്കണം. എൻ്റെ ബിസിനസ് ഒന്ന് തഴച്ച് വളർന്നിട്ടൊക്കെ മതി നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം. നിനക്ക് മാത്രം എനിക്കിപ്പോഴും കല്യാണപ്രായമാവാത്തത്. എൻ്റെ വീട്ടുകാർക്കതായി. അച്ഛൻ എനിക്ക് കല്യാണം ഉറപ്പിക്കാൻ പോവാ. അടുത്ത മാസാ എൻ്റെ കല്യാണം നിശ്ചയം. എന്താ പൊന്നാര കൂട്ടുകാരൻ ഇത് പറഞ്ഞില്ലായിരുന്നോ? എന്താണ് ഗൗരി? ഇതുപോലത്തെ തമാശകൾ എനിക്ക് ഇഷ്ടമല്ല. നിനക്കറിയാലോ, നിന്റെ പേര് ആരുടെ കൂടെ ചേർത്ത് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമില്ലാത്തതാ. അപ്പോഴും നീ ഇതൊരു തമാശ പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അച്ഛൻ്റെ കൂട്ടുകാരനായ MLA മഹാദേവനില്ലേ, അങ്ങേരുടെ മകനുമായിട്ടാ എൻ്റെ കല്യാണം ചെയ്യാൻ നടക്കാൻ പോകുന്നത്. ശ്വാസം മുട്ടുന്നു എനിക്ക്. ഗായു, നീ എൻ്റെ പെണ്ണാ. ഞാനിവിടെ ജീവനുള്ളിടത്തോളം കാലം നിന്നെ ആരും കൊണ്ടുപോയില്ല. നിന്റെ കഴുത്തിൽ എൻ്റെ താലി തന്നെ വീഴുള്ളൂ. അത് കാലിച്ച് തല പോക്കേണ്ട. നീ വീട്ടിലേക്ക് വരുന്നു. അച്ഛൻ ബിസിനസ് ട്രിപ്പിന് പോയി. നിനക്ക് എന്റെ വീട്ടിൽ വന്നൂടെ? പെണ്ണായി ഞാൻ നിന്റെ വീട്ടിൽ വരുന്നു രാത്രി. നിനക്കല്ലേ മതിൽ ചാടി പരിചയമുള്ള, എനിക്കാണോ? വൈകിട്ടത്തെ പരിപാടി? ഒരുപാട് പരിപാടികളുണ്ട്. എനിക്ക് തീരെ നിന്ന് തിരിയാൻ സമയമില്ല. മതിൽ ചാടാൻ എനിക്ക് പറ്റില്ല. എന്റെ കാലൊടിഞ്ഞിരിക്കുക കണ്ടില്ലേ? ഞാൻ വീട്ടിൽ പോന്നു. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. രാത്രി ഞാൻ കാത്തിരിക്കും. ഒടിഞ്ഞ കാല് തൈലിട്ട് ഞാൻ ഒഴിഞ്ഞു തരാം. പോടാ പട്ടി. നീ എന്താടി ഈ നട്ടപ്പാതിരക്ക് ഇറങ്ങി നടക്കുന്നത്? എന്താ അവിടെ ചെയ്യുന്നത്? അയ്യോ കിട്ടു. ചുമ്മാ വെറുതെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. നടക്കാനായിട്ട് ഇറങ്ങിയതാ. നീയോ? നീ എന്താ ഇവിടെ? എനിക്ക് ഫോൺ കോൾ വന്നിരുന്നു. റൂമിൽ റേഞ്ച് ഇല്ല, അതുകൊണ്ട് പുറത്തിറങ്ങിയതാ. നീ എന്തായാലും കയറിപ്പോ. പോയി കിടന്നുറങ്ങാൻ നോക്കിച്ചല്ലേ.
വീഴുന്നില്ലെന്ന് പറഞ്ഞിട്ട് അയ്യോ, വീഴലിന്റെ ഭാവി. ഇത് തായി ചിരിക്കണ്ട, എനിക്ക് ദേഷ്യം വരുന്നത് കേട്ടോ. അതിന് മീതൊന്നും വീഴിരുന്നെങ്കിലോ? എല്ലാം നിനക്കൊരു തമാശയാ. എന്തെങ്കിലും പറ്റി വരുന്നില്ലേ? നിന്റെ കൈ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ. ഇനി ഞാനൊന്നും പറയില്ലല്ലോ. നിനക്ക് എന്നെ അത്ര വിശ്വാസമാണ് കായു? എന്നെക്കാട്ടും നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഐ ലവ് യു കായു. I love you too. കിച്ചു, ഗുഡ് മോർണിംഗ്. നിനക്ക് എഴുന്നേക്കാറായില്ലേ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി. ഗായു പോയോ? അവളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോടാ. അവള് നേരത്തെ പോയി. അവിടെ എല്ലാവരും അന്വേഷിക്കില്ല. അല്ല, നിനക്കെങ്ങനെ അറിയാം അവളെന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്? നീ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൾ ഇവിടെ ഉണ്ടാവുന്നത് എനിക്കറിയാവുന്നല്ല. അവളവിടെ വീട്ടിൽ അന്വേഷിക്കില്ല, അതോടെ നേരത്തെ പോയി. നീ ഇരിക്കെ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നമുക്കൊന്ന് പുറത്തു പോവാം. ഞാൻ ഗൗതമിൻ്റെ അടുത്ത് ഈ വിവരം പറയാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെയും ഗായുവിൻ്റെയും കാര്യം നിനക്ക് മാത്രമല്ല അറിയുള്ളൂ, അവനെയും കൂടെ അറിയിച്ചാലോ എന്നാ. നീ പറഞ്ഞു നോക്കാം, അവൻ്റെ പ്രതികരണം എന്താണെന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. ആരുടെ കൂടെ? ആരുണ്ടാവുന്ന കാര്യം ഈ പറയുന്നേ? ഗൗതം, ഞങ്ങൾ വെറുതെ ഓരോന്ന് സംസാരിച്ചിരുന്നതാ. നീ എവിടെയാന്ന് ചോദിച്ചു? കുറെ നാളായല്ലോ കണ്ടിട്ട്. എന്ത് പറ്റി? തിരക്കാണെന്ന് തോന്നുന്നു നിനക്ക്? വലിയ തിരക്കൊന്നുമില്ല, ചെറിയ തിരക്ക്. അച്ഛൻ ബിസിനസ്സിനോട് പോയ കാരണം നാട്ടിലത്തെ ഓഫീസിൽ എനിക്കൊന്ന് പോകണം, ചെക്ക് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ, ഈ തിരക്കിലാണെങ്കിൽ തിരക്കൊഴിഞ്ഞ വീട്ടിലേക്കൊന്ന് പോരെ. നമ്മുടെ ഗൗരിയുടെ കല്യാണം നിശ്ചയിച്ചു, അടുത്ത മാസം 12-ാം തീയതി. മാറ്റി നോക്കിയത് ആ മൊബൈൽ അങ്ങ് കാട്ട്. ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ദേഷ്യപ്പെട്ടാല് എനിക്കറിയാം ദേഷ്യം എന്താണെന്നുള്ളത്. കല്യാണം നിശ്ചയിച്ച കാര്യം ഞാൻ അറിഞ്ഞു. നിന്റെ ഏട്ടൻ ഗൗതം അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു രാവിലെ. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അതെനിക്ക് മനസ്സിലാവാത്തത്. എന്റെ ഗായു, നീ ഇങ്ങനെ പേടിക്കാതെ. എല്ലാവരും സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടക്കുക. നിന്റെ ഏട്ടനും അച്ഛനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളും കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളും അവരുടെ കല്യാണം കഴിഞ്ഞ് അവരുടെ കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോകം വിട്ടു പോകും. അതുവരെയ്ക്ക് ഈ കുട്ടിത്തല പോകാതെ എന്നെ റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും പറവെന്നെ. കൊള്ളാം, എന്തായാലും നല്ല അഭിനയം. ചതിയോ? ഗൗതം, ഐ എം റിയലി സോറി. ഞാൻ നിന്റെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷെ സാഹചര്യം കൊണ്ടാ. നീ എങ്ങനെ എടുക്കുന്നത് എനിക്കറിയില്ലല്ലോ. നിർത്തടാ. എൻ്റെ പെങ്ങളെ തന്നെ വേണം. അച്ഛൻ എന്നോട് പറഞ്ഞത് നിന്നോട് കൂടരുതെന്ന്. ഗൗതം, സോറി ഗൗതം. ഞാൻ ചതിക്കാൻ വിചാരിച്ചിട്ട്. എൻ്റെ പോകരുത് നീ. അയ്യൊന്നും ചെയ്യല്ല. കിച്ചു നിന്റെ അടുത്ത് പറയാൻ തീരുമാനിച്ചതാ. ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. നീ അവനൊന്നും ചെയ്യല്ലേ ഗൗതം, പ്ലീസ്. ഗൗതം, നോ. നിന്റെ അടുത്ത് കിച്ചു, നീ എന്നെ ചതിച്ചത് നീ. എൻ്റെ പെങ്ങളാവള്, ഈ ഗൗതമിന്റെ പെങ്ങള്. ചന്ദ്രവട്ടി തറവാട്ടിലെ ഹരികൃഷ്ണന്റെയും ജയഭാരതിയുടെയും മകള്. നിനക്ക് കിട്ടില്ല, മനസ്സിലായില്ല കിച്ചു? ഞാൻ പൊന്നുപോലെ കായിക നോക്കിക്കോളാം. നീ നിന്നോട് ഞാൻ പറഞ്ഞു, അവളുടെ പേര് പോലും നിന്റെ നാവിൽ ഉച്ചരിക്കരുത്. കൊട്ടാരത്തിലെ തമ്പരാട്ടിക്കുട്ടിയെ തന്നെ നിനക്ക് കെട്ടാൻ വേണല്ലേ? അതിനുള്ള എന്ത് യോഗ്യത നിനക്കുള്ളത്? ഗൗതം, എനിക്ക് കിച്ചുവിന് ഇഷ്ടം. ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. അത് ഞങ്ങളെ തീരുമാനിക്കുന്നത്. പറഞ്ഞ സമയത്ത് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്റെ കഴുത്തിൽ ഞങ്ങൾ പറഞ്ഞാൽ താലി കെട്ടും. നീ ഇവിടെ കാണാൻ പോലും വന്നേക്കരുത്. വാടി ഇവിടെ. കൊണ്ടവന്റെ കൂടെ ഒഴിഞ്ഞാടി നടന്ന് അശുദ്ധാക്കി വന്നിരിക്കാം. കുടിപ്പിച്ചെടുക്കുള്ളനെ. ഞാൻ ആരുടെ കൂടെ അഴിഞ്ഞാടിയിട്ടില്ല. എനിക്കിഷ്ടം കിച്ചുവിനെ. കിച്ചു അല്ലാതെ വേറെ ആരും ഞാൻ കല്യാണം കഴിക്കില്ല.
ഈ ജാതിക്കാരന് ഇഷ്ടപ്പെട്ട് അവന്റെ കൈ കൊണ്ട് തൊട്ട് തലോടി അശുദ്ധാക്കി വന്നിരിക്കുക അശ്രീകരം. അയ്യോ അവളൊന്നും ചെയ്യല്ലേ ഏട്ടാ, അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോ, നമ്മുടെ മോളല്ലേ. ആദ്യം നിന്നെയാണ് അടിക്കേണ്ടത്. വീട്ടിലൊരു പെങ്കൊച്ചുള്ളത് ഇവന്റെ കൂടെ കറങ്ങി നടക്കുന്ന അന്വേഷിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു അമ്മയാണോടി നീ. എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്താൻ നോക്കണം. അടുത്ത മാസത്തേക്കൊന്നും വെക്കണ്ട. നീ എന്തിനാടാ ആ ചെറുക്കനെ ജീവനോടെ വെച്ചിട്ട് പോകുന്നത്? ചന്ദ്രോട്ട് തറവാട്ടിലെ പെങ്കൊച്ചിനെ സ്നേഹിക്കാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത്? അവന് ജീവനോടെ ഇരിക്കരുത്. മനസ്സിലാവണുണ്ടോ നിനക്ക്? ഗാപ് ഡൗൺ നിന്നോടാ. മനസ്സിലായി അച്ഛാ. നാളത്തെ സൂര്യോദയം കാണാൻ അവനുണ്ടാവില്ല. അച്ഛക്ക് കാനഡയിൽ നിന്ന് വരാൻ 1 മാസം കൂടി എടുക്കും. അപ്പേക്ക് എൻ്റെ കുട്ടി കോളേജിൽ പോവല്ലേ? എന്ത് പറ്റി? പഴയ പോലെ വിശാലല്ലല്ലോ കുട്ടി സംസാരിക്കുന്നേ. എന്താടാ കിച്ചു? ചെറിയ തലവേദനയുണ്ട് അച്ഛാ. പിന്നെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അച്ഛൻ്റെ വർക്ക് നടക്കട്ടെ. ബൈ. ഗൗതം, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഞാൻ നിന്റെ പെങ്ങളെ സ്നേഹിച്ചത് ഇത്ര വലിയ തെറ്റാണോടാ? നിന്റെ യോഗ്യത എന്താണെന്ന് നിനക്കറിയാലോ. അതിനനുസരിച്ച് നീ പ്രണയിക്കണമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം നിനക്ക്. നിന്നെപ്പോലെ ഒരു താഴ്ന്ന ജാതിക്കാരനെ എന്റെ സുഹൃത്തായി കൊണ്ട് നടക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്റെ പെങ്ങളെ കിട്ടിയ അതെന്റെ കുടുംബത്തിനടക്കം മാനക്കേടാ. അതിന് ഞാൻ അനുവദിക്കില്ല. തീർത്തേക്ക് ഇവനെ. കിച്ചു, ഡാ എഴുന്നേറ്റ്. കിച്ചു, കിച്ചു. ആ ക്രിസ്റ്റി, നീ എങ്ങനെ ഇവിടെ എത്തി? ഗൗത അവനവിടെ. നിന്നെ അവൻ പൊക്കിന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങോട്ടായിരിക്കുന്നു. എന്തായാലും അവന്മാരോടെ പോന്നാണിട്ട് തന്നെ ഇവിടെ കയറിയത്. നീ വാ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നീ പൊക്കോ. അച്ഛൻ എന്തൊന്നും അറിയിക്കേണ്ടപ്പോ. എടാ, ഗായമില്ലാതെ എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. എൻ്റെ ഗായത്രി, അവളെൻ്റെ കൂടെ കൊണ്ടുപോകണടാ. നീ എന്നെ ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. നിന്റെ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് അവളെ കൂട്ടിട്ട് പോകുന്നേ? അവളുടെ അവസ്ഥയും കുറച്ച് ഗുരുതരാ. നീ പറഞ്ഞല്ലേ, നമുക്ക് നോക്കാം. നിന്റെ കൂടെ അവളും ഉണ്ടാവും. ഞാനുണ്ട് നിന്റെ കൂടെ. എന്തായാലും വാ. ഗായു, ഒന്നും പറ്റിയില്ല ഗായു. എനിക്കൊന്നുമില്ല. എന്നെ ഒരുപാട് ഉപദ്രവിച്ചവര്. എന്നോട് ക്ഷമിക്കുമ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ലല്ലോ. നീ എന്റെ കൂടെ പോരുന്നോ? ചോദിക്കാനുണ്ടോ? എന്റെ പിച്ച എവിടെ പോവാണെങ്കിലും കൂടെ ഞാനുണ്ട്. എന്നും കൂട്ടിട്ട് പോകിച്ചു. നമുക്ക് പോവാം. ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ആർക്കും. ഗായു, ഗായു, അച്ഛാ. എന്താടാ? അച്ഛാ, ഗായുനെ കാണുന്നില്ല. ഷീസ് മിസ്സിംഗ്. നിന്നോട് ഏൽപ്പിച്ചിട്ടല്ല ഞാൻ പോയത്. അവളിവിടുന്ന് എവിടേക്ക് പോകരുതെന്ന്. അവളെങ്ങനെ പോയത്? അവനെ നീ കൊന്നില്ലായിരുന്നോ? അതും നീ പകുതി വെച്ചിട്ട് പോന്നടാ. ഇനിയിപ്പോ കല്യാണത്തിന് എന്ത് ഞാൻ പറയും? അവൾ എവിടെ പോയെന്ന് വെച്ചിട്ടാ? എന്തായാലും ഇനി ആ രണ്ടിനും ജീവനോടെ വെച്ചേക്കരുത്. റോഡിൽ പോയി കഴിഞ്ഞ് എന്തായാലും പിടിക്കപ്പെടും. ഇതിന്റെ അപ്പുറത്തൊരു കടത്തുണ്ട്, അതിൽ കയറി രക്ഷപ്പെട്ടോ. എടാ കിച്ചു, ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. എനിക്കൊരു സമാധാനമില്ല. ഇത്ര നീ ചെയ്തത് തന്നെ വലിയ ഉപകാരം. ഇനി ഞങ്ങളുടെ ഒപ്പം നീ വരണ്ട. വന്നത് നിനക്ക് അബദ്ധം. ഇവിടുന്ന് ഞങ്ങൾക്ക് തനിച്ച് പോകാനുള്ള വഴിയാ. നീ ചെല്ല്, ഞങ്ങൾ പോവാം. ഗായു, ഇന്നത്തെ രാത്രി ഇരുട്ട് വിളക്കുന്നതിനുള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പേടിയുണ്ടോ നിനക്ക് എന്റെ കൂടെ വരാൻ? കഠിനമാണ് പാത എന്നറിഞ്ഞുകൊണ്ടല്ലേ നിന്റെ കൂടെ ഞാൻ ഇറങ്ങിത്തിരിച്ചത്. മരിക്കാനായാലും ജീവിക്കാനായാലും നിന്റെ കൂടെ കൈ കോർത്ത് ഞാൻ ഉണ്ടാവും. എന്നെ എവിടെ നീ തനിച്ചാക്കാതിരുന്നാ മതി. ഒരിക്കലുമില്ല. നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും. എപ്പോഴും.
ഞങ്ങളെക്കാട്ടും മുഖ്യം നിനക്ക് ഇവനാണല്ലേ? ഇനി നീ ജീവനോടെ ഇരിക്കണ്ടടി. എന്റെ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയിട്ട് രണ്ടും ജീവനോടെ ഇവിടുന്ന് പോവാന്ന് വിചാരിച്ചോ? ഒന്നും ചെയ്യല്. നിന്റെ അനിയത്തല്ലേ അവള്? അവള് പാവല്ലടാ സർ. പ്ലീസ് അവളൊന്നും ചെയ്യണെന്ന് പറ സർ. എല്ലാത്തിനും കാരണം ഞാൻ അവളെ വിടാൻ പറ സർ. കുടുംബത്തിന്റെ മാനം നോക്കാതെ നീ എപ്പോ ഇറങ്ങി പോന്നോ അതോടുകൂടി തീർന്നു ഞങ്ങൾ നീയായിട്ടുള്ള ബന്ധം. ഇനി നീ ജീവനോടെ ഇരിക്കരുത്. വിടടാ മോളെ. ഗായു കിച്ചുവിന്റെ ഒപ്പം ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അവന്റെ ഒപ്പം മരിക്കുന്നതല്ലേ എനിക്ക് സന്തോഷമുള്ളൂ. സ്വന്തവും ബന്ധവും രക്തവും ഒന്നും തിരിച്ചറിയാതെ ജാതിക്കും മതത്തിനു വേണ്ടി വേറെ പിടിച്ച് കൊല്ലാൻ നടക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കുന്നതിൽ നല്ലത് ഇവന്റെ കൂടെ മരിക്കുന്നത് തന്നെയാ. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെടി. മരിക്കുന്നേ ഇവന്റെ കൂടെ തന്നെ മണ്ണടിഞ്ഞ് തീരെ നിന്റെ ഈ ജന്മവും. ഐ ആം സോറി. ഐ ലവ് യു ഗായു. കിച്ചു, I love you. കിച്ചു. ഗായു 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 മോളെ. ഗായു നോ നോ. അച്ഛന് വിഷമമുണ്ട് മോനെ, പക്ഷെ വേറെ വഴിയില്ലാത്തോണ്ടാ. വാ മോനെ. എന്റെ ഗായു, നീ ഇങ്ങനെ പേടിക്കാതെ. എല്ലാവരും സമ്മതത്തോടെ നമ്മുടെ കല്യാണം നടക്കുക. നിന്റെ ഏട്ടനും അച്ഛനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞു നമ്മുടെ കുട്ടികൾ, കുട്ടികളുടെ കല്യാണം, അവരുടെ മക്കളും അവരുടെ കല്യാണം, അവരുടെ കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലോകം വിട്ട് പോകും. അതുവരെയ്ക്ക് കുട്ടിത്തല പോകത്തേ. ഞങ്ങളുടെ പ്രണയം ഒരിക്കലും മരിച്ചിട്ടില്ല. ഞങ്ങളുടെ ആത്മാക്കൾ തന്നല്ല ഒന്നു ചേരാൻ പോകുന്നത്. ഈ നീചമായ ലോകത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളുടേതായ സ്വർഗത്തിലേക്ക് പോവാം. ആരെയും പേടിക്കാതെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാം. മതവും ജാതിയും ഒന്നും അതിന് തടസ്സമാവില്ല. എല്ലാ ജന്മത്തിലും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് എനിക്ക് എന്റെ കിച്ചുവിനെ തന്നെ കിട്ടണം.